നമ്മുടെ ലെഡ്ജർ നാനോ എക്സ് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഈതർബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് ഇത്. ലെഡ്ജറിൻ്റെ അവരുടെ ഒഫീഷ്യൽ ഇന്ത്യയിൽ സെല്ല് ചെയ്യുന്ന ടീമാണ് ഈതർബിറ്റ്.in. ഈ സൈറ്റിൽ നിന്നാണ് നമ്മൾ ലെഡ്ജർ നാനോ എക്സ് വാങ്ങിയത്. ഇത് നമ്മുടെ ലെഡ്ജറിൻ്റെ സൈറ്റിൽ നോക്കുവാണെങ്കിൽ 13,200 രൂപയ്ക്ക് കാണിക്കും. പക്ഷേ അത് ടാക്സും കസ്റ്റംസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടാക്സൊന്നും ഇൻക്ലൂഡഡ് അല്ല. അതിപ്പം ഇവിടെ നമ്മുടെ കസ്റ്റംസിൽ വരുമ്പോൾ പിന്നെ നമ്മളത് ടാക്സ് അടച്ചിട്ടാണ് വാങ്ങേണ്ടത്. പക്ഷേ ഇത് ഇവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ ടാക്സും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അവരുടെ ഒഫീഷ്യൽ, അതായത് ലെഡ്ജറിൻ്റെ ഇന്ത്യയിലെ ഒഫീഷ്യൽ റീറ്റെയിൽ നടത്തുന്നത് ഈതർബിറ്റാണ്. അപ്പം നമുക്ക് 16,900 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടാക്സോ കാര്യങ്ങളെല്ലാം കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ലോഗോ കൊടുത്തിട്ടുണ്ട്, ഹോം ഫോർ ഹോൾഡേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐ ആം സെക്യൂർ, ഇത് ഓപ്പൺ അല്ല. അങ്ങനെ കുറച്ച് 1-2 ഇമോജീസുമാണ് കൊടുത്തിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല കട്ടിയുള്ള സാധനമാണ് ഗൈസ്. ഓക്കെ, ലെഡ്ജർ നാനോ എക്സ് ആണിത്, മോഡലാണ്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറിങ് കൊടുത്തിട്ടുണ്ട്. നൈസ്, ഒരു പ്ലെയിൻ വൈറ്റ് ബോക്സ് ആണ്. നൈസ്. അപ്പം ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഡിവൈസ് കാണാൻ പറ്റും. ഇതാണ് ഡിവൈസ്. ബോക്സിൽ എന്തൊക്കെ വേറെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ഒരു ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ റിക്കവറി ഷീറ്റ്, അതായത് പേർപ്പസ് റിക്കവറി ഫ്രൈസ് എഴുതി വെക്കാനുള്ള, റിക്കവറിൻ്റെ മറ്റേ കീ ഫ്രൈസ് എഴുതി വെക്കാനുള്ള ഒരു 3 പേപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാനുവലാണ് കൊടുത്തേക്കുന്നത്. ലെഡ്ജറിൻ്റെ 2 ആപ്പിളിൻ്റെ ഇതിലൊക്കെ വരുന്ന മാതിരി 2 സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. വാവ്, നൈസ്. അതിൻ്റെ ഒരു റോഡ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കേബിൾ വരുന്നുണ്ട്. USB-Cയും USB ഇതായിട്ടുള്ള ഒരു കേബിൾ വരുന്നുണ്ട്. ചെറിയൊരു കീ ചെയിൻ മാതിരി ഒരു സാധനം. പക്ഷെ അതെങ്ങനെ ഇടും? ഓക്കെ, എന്തായാലും ഇത്രയാണ് ബോക്സിൽ വരുന്നത്. ബാക്കിയൊക്കെ പേപ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവൈസ്, ഇതാണ് ഡിവൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു അൺബോക്സിങ് വീഡിയോ. നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എങ്ങനെ കോയിൻ ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ എങ്ങനെ സ്റ്റേക്ക് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നമുക്ക് പുറകെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ.